ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയ റീച്ച് കിട്ടണമെന്നില്ല. ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എഫേർട്ട്, നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇന്നും പറഞ്ഞ് ഡൗൺ ആയി പോവുക, വീഡിയോ നിർത്തി പോവുകയോ ചെയ്യരുത്. പറഞ്ഞ് നമുക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ. എക്സ്പെക്ടേഷനോട് കൂടിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ വീഡിയോ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. സോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സോ സ്കിൻ കെയർ ടിപ്സോ ആൻഡ് പേഴ്സണൽ ആക്ടിവിറ്റി വീഡിയോസോ ചാലഞ്ച് വീഡിയോസോ ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആക്ച്വലി ഇതെൻ്റെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. കാരണം കഴിഞ്ഞ ലാസ്റ്റ് ഒരു മന്ത് ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലൊന്ന് സീരിയസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയത്. സോ അതിൽ ഞാൻ വരുത്തിയ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഈ ഒരു മാസത്തെ ഒരു അനാലിസിസിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുറേ എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്ന്. ആക്ച്വലി ഞാൻ ചെയ്ത ഈ മിസ്റ്റേക്സും ആൻഡ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് ലേണിങ്സും ഒക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ആരെങ്കിലും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാനൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഈ മിസ്റ്റേക്സ് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലോ. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ അപ്കീപ്പ് വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ, സെൽഫ് ഗ്രോത്ത് വീഡിയോസ്. സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ റിയലൈസ് ചെയ്ത് ലേൺ ചെയ്ത് മുന്നോട്ട് പോകണം. ആ മിസ്റ്റേക്സ് ഞാൻ ലേൺ ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്ത കുറച്ച് കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2023 ജൂലൈയിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കോണ്ടൻറ്റ്, ഏത് കോണ്ടൻറ്റാണോ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ കോണ്ടൻറ്റ് എനിക്ക് കുറച്ച് റീസൺസ് കാരണം എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതുവരെ ഞാൻ അതുപോലുള്ള കോണ്ടൻറ്റ്സ് ഇട്ടിട്ടില്ല. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മിക്സഡ് കോണ്ടൻറ്റ്സ് ഇടാൻ തുടങ്ങി. അത് മാത്രമല്ല, ഞാൻ ഭയങ്കര കെയർലെസ് ആയിരുന്നു. ഫസ്റ്റ് മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര കെയർലെസ് ആയിരുന്നു. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്യണം, ചാനലിൽ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഫസ്റ്റ് നമ്മളിപ്പോൾ ആസ് എ ന്യൂ യൂട്യൂബർ അല്ലെങ്കിൽ ഈ പുതിയതായിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു കോണ്ടൻറ്റ്, നമ്മുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻ്റ് ആണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കോണ്ടൻറ്റ്സ് റിലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്ത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുക. കാരണം ആദ്യമേ ചാടിക്കയറി മിക്സഡ് കോണ്ടൻറ്റ്സ് ഇടരുത്. അത് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കോണ്ടൻറ്റ്സും കൂടി ഇട്ടാൽ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇട്ട് കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ മിക്സഡ് കോണ്ടന്റ് ഇട്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിനെ അത് ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റീച്ച് ആയതിനു ശേഷം നമുക്ക് മിക്സഡ് കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. മിക്സഡ് കോണ്ടന്റ്സ് ഇടുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, വേറെ ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാർ അത് അൺസബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോസ് കാണാണ്ട് പോകാനും ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഗ്രോത്തിനെ ചിലപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണോ അത് നമ്മൾ ചൂസ് ചെയ്ത് അതുമായിട്ടുള്ള കൂടുതൽ റിലേറ്റഡ് വീഡിയോസ് ഇടുക. നമ്മളൊന്ന് റീച്ച് ആയതിനു ശേഷം നമുക്ക് മിക്സഡ് കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്, കെയർലെസ്, മടി. ഞാൻ ഭയങ്കര കെയർലെസ് ആയിരുന്നു. ചാനലിന് അധികം ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ചാനലിൻ്റെ ഗ്രോത്തിനെ ആ ഒരു കെയർലെസ്നെസ്സും നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ സീരിയസ് ആയിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ പോലെ അല്ലെങ്കിൽ ഒരു പാഷൻ പോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ചാനലിൽ കൊടുക്കുക. അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെറുതെ തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ചാനലിൽ തന്നെ കൊടുക്കുക. പിന്നെ ഉള്ളതാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഇട്ട് പോകുക, ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോവുക. അല്ല നമുക്ക് ഡെയിലി തന്നെ ഇടണം എന്നില്ല, ഇപ്പോൾ ടൈമില്ല, വീക്ക്ലി 3 വീഡിയോസ് അല്ലെങ്കിൽ 3 ഷോർട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഏതൊക്കെ ഡേയ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. അത് മാത്രമല്ല, നമ്മൾ ഏത് ടൈമിലാണ്, ഇപ്പോൾ രാവിലെയാണോ ഇടുന്നതെങ്കിൽ, ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്ത് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അനലൈസ് ചെയ്തപ്പോൾ ഞാൻ പല ടൈംസിൽ ഇട്ട് നോക്കി. അപ്പം എൻ്റെ വീഡിയോസ് ഞാൻ ആദ്യം മുതലേ ഇട്ട് തുടങ്ങിയത് ഈവനിങ് ടൈമിലായിരുന്നു. സോ നമ്മൾ ഈവനിങ് ടൈമിലാണെങ്കിൽ ഈവനിങ് ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈമിലാണോ കൂടുതൽ വീഡിയോസ് നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെ പല ടൈംസിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും ഇടുന്ന ഈവനിങ് ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ വേറെ ടൈമിനെ അപേക്ഷിച്ച് എനിക്ക് കൂടുതൽ വ്യൂസും റീച്ചും കിട്ടുന്നത്. സോ ഞാൻ ഏത് ടൈമാണോ ആദ്യമേ അപ്ലോഡ് ചെയ്തത് ആ ടൈമിൽ തന്നെയാണ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയുള്ളതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം അറിഞ്ഞിട്ട് വർക്ക് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ റീസെൻ്റ്ലി വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് #ടാഗ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് എന്താണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റ് വീഡിയോ അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാരണം നമ്മുടെ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണോ ഉള്ളത് അതിനെക്കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിന് നമ്മൾ SEO മാക്സിമം കീവേഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടി ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ വീഡിയോ ഇപ്പോൾ എന്തെങ്കിലുമാണ്, ഇപ്പോൾ നമ്മുടെ പിമ്പിൾ മാറാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡീസ് ആണെങ്കിൽ ഹോം റെമഡി ഫോർ പിമ്പിൾ മാർക്സ് എന്ന രീതിയിൽ വ്യൂവേഴ്സ് എങ്ങനെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ടേംസ് എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കുക. അപ്പം കാരണം ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം വെച്ചിട്ട് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിന് SEO എന്നാണ് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ആക്ച്വലി ഇത് പെട്ടെന്ന് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത പെട്ടെന്ന് ചിലപ്പോൾ റീച്ച് കിട്ടിയില്ലെങ്കിലും ഗ്രാജുവലി യൂട്യൂബ് SEO അനുസരിച്ച് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഗ്രാജുവലി അത് റീച്ചായി വരാനും വ്യൂസ് കൂടി വരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കിയൊരു കാര്യമാണ്, നമ്മുടെ YT സ്റ്റുഡിയോയിൽ നമ്മുടെ ഈ ചാനൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ ചാനലിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് അറിയാൻ പറ്റും. അതിൽ തന്നെ YT സ്റ്റുഡിയോയിൽ ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ഓപ്ഷനിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന വീഡിയോസ് ഏത് ടൈപ്സ് ഓഫ് വീഡിയോസ് ആണെന്ന് നമുക്ക് ആ ട്രെൻഡ്സിൽ നിന്ന് അറിയാൻ പറ്റും. അതിൽ കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് അടുത്ത വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയ റീച്ച് കിട്ടണമെന്നില്ല. ആക്ച്വലി നമുക്ക് ഗ്രാജുവലി നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചില വീഡിയോസ് റീച്ച് ആകും. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഒന്ന് നല്ല രീതിയിൽ റീച്ച് ആയി എന്ന് വിചാരിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിനത്രയും നമ്മൾ ഉദ്ദേശിച്ച റീച്ച് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡൗൺ ആയി പോവുക, വീഡിയോ നിർത്തി പോവുകയോ ചെയ്യരുത്. ആക്ച്വലി അത് വർക്ക് ചെയ്യുക. അതനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടി ബ്ലെൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ആൻഡ് പിന്നെ ഉള്ളത് വീഡിയോ ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു, പക്ഷേ എന്തെങ്കിലും വീഡിയോ വാരി ജസ്റ്റ് ഒന്ന് ഇടുക എന്നല്ല അതിൽ ഉദ്ദേശിച്ചത്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വലിയ എക്യുപ്മെൻറ്റ്സും വേണമെന്നല്ല. നമ്മൾ എന്ത് വീഡിയോ ആണോ ഉദ്ദേശിക്കുന്നത് അത് നല്ല നീറ്റായിട്ട് ഷൂട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ്, കയ്യിലുള്ള ഫോൺ മാത്രം മതിയാകും. അത് വെച്ചിട്ട് നീറ്റായിട്ട് ഷൂട്ട് ചെയ്യുക, നീറ്റായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നീറ്റായിട്ടൊന്ന് എഡിറ്റ് ചെയ്യുക. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്ട് അത് നീറ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതിനെയാണ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫോൺ യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്താലും മതിയാകും, എന്നിട്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നീറ്റായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അതിനെയാണ് ക്വാളിറ്റി ആയിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു മാസം കൊണ്ട് ഞാൻ അനലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ പറയണേ. അതിൽ നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ് വേണമെങ്കിൽ നമ്മൾ മാക്സിമം ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. പക്ഷേ വാച്ച് ഓവറിന് നമുക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ. വീക്കിലി ഒരു വീഡിയോ എങ്കിലും ലോങ് വീഡിയോ എങ്കിലും മിനിമം വീക്കിലി ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുക. ആൻഡ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ പല ഡേയ്സിലൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും എൻ്റെ ലോങ് വീഡിയോസ് റീച്ച് കിട്ടിയത് വീക്കെൻഡിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ്. അതായത് ലോങ് വീഡിയോസിൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ ഒന്നുകിൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ അപ്ലോഡ് ചെയ്യുക, സൺഡേ അപ്ലോഡ് ചെയ്യാൻ നിൽക്കരുത്. സൺഡേ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്ര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റ് ലോങ് വീഡിയോസിനെ അപേക്ഷിച്ച് എനിക്ക് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലാണ് കൂടുതൽ വാച്ച് ഓവറും വ്യൂസും കൂടുന്നത്. സോ മാക്സിമം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ അപ്ലോഡ് ചെയ്യുക. നമ്മൾ റീച്ച് ആയതിനു ശേഷം നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾ റീച്ച് ആകുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവൽ എത്തുന്നത് വരെ മാക്സിമം ലോങ് വീഡിയോസ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അപ്ലോഡ് ചെയ്യുക. 6 ദിവസങ്ങളിലാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയത്, കൂടുതൽ വ്യൂസ് വരുന്നത് ഈ ഒരു ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. സോ എന്തായാലും വീക്കിലി ഏറ്റവും കുറഞ്ഞത് ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യും. എല്ലാവരും റവന്യൂ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. സോ അത് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 2 years ആയി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഭയങ്കര കെയർലെസ് ആയതുകൊണ്ട് എനിക്കതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റില്ല. സോ എന്താ പ്രശ്നമെന്ന് ഞാൻ ഈ ഒരു മാസം എൻ്റെ ചാനലിൽ ഞാൻ അനലൈസ് ചെയ്തതിൽ എനിക്ക് റിയലൈസ് ചെയ്തത്, പിന്നെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്സുമാണ് ഞാൻ ഈ പറയുന്നത്. സോ നമ്മൾ റവന്യൂ നമുക്ക് കിട്ടേണ്ട ടൈം ആകുമ്പോൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ വരും. സോ അതിൽ കൂടുതൽ ടെൻഷനായിട്ട് എൻ്റെ ചാനൽ റീച്ച് ആകുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ മേ ബി നാളത്തെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആകാം. ചിലപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും കയറുന്നത്. അത് ഞാൻ SEO കൊടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് വരുന്നത്. റവന്യൂ നമുക്ക് ടൈം ആകുമ്പോൾ കിട്ടിക്കോളും. അതുവരെ നമ്മൾ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് ഇടുക. ആൻഡ് അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും റീച്ച് ആവുന്നുണ്ടോ, ഇൻകം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് ചിലപ്പോൾ നമ്മളെ പോക്ക് ചെയ്യാം, ചിലപ്പോൾ കളിയാക്കാം. അതിലൊന്നും മൈൻഡ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത്, ആൻഡ് ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എഫേർട്ട്, നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. സോ അതിൻ്റെ വാല്യൂ വേറെ ആർക്കും മനസ്സിലാകത്തില്ല. എല്ലാവർക്കും റിസൾട്ട്സ് ആണ് എല്ലാവരും നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിങ്ങോ നമ്മൾ ചെയ്യുന്ന വർക്കോ നമ്മളുടെ എഫേർട്ട്സോ ഒന്നും ആരും അനലൈസ് ചെയ്യാനോ പോണില്ല, ആരും അറിയാനും പോണില്ല. സോ
ചില ആൾക്കാർ കളിയാക്കുന്നെങ്കിൽ കളിയാക്കട്ടെ, അത് മൈൻഡിൽ വെച്ചിട്ട് ഞാനിത് നിർത്തി പോകുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ മൂവ് ഓൺ ചെയ്ത് പോവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോവുക. ആൻഡ് ഇത്രയും ഞാൻ എൻ്റെ ഈ ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ അനലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ടിപ്സും എനിക്ക് പറ്റിയ തെറ്റുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. ആക്ച്വലി ഇതെൻ്റെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ല, പക്ഷേ ഞാനിത് പറയാമെന്ന് വിചാരിച്ചത് ഒരു കാര്യം, ഇപ്പം എന്നെ പോലെ മിസ്റ്റേക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അത് യൂസ്ഫുൾ ആകുന്നെങ്കിലോ ആ ഒരു കാര്യം കൊണ്ടിട്ടും. പിന്നെ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് സെൽഫ് കെയർ വീഡിയോസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് കാര്യത്തിലും വരുന്ന മിസ്റ്റേക്സ് നമ്മൾ റിയലൈസ് ചെയ്ത് ലേൺ ചെയ്ത് മുന്നോട്ട് പോകണം. അത് എക്സാമ്പിൾ പോലെയും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സും അതിൽ നിന്ന് ലേൺ ചെയ്ത് ഈ ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനലൊന്ന് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ലേൺ ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആൻഡ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇനി കുറച്ച് വീഡിയോ സീക്രറ്റ്സും ചാലഞ്ചിങ് വീഡിയോസും കുറച്ച് സർപ്രൈസ് വീഡിയോസും സെൽഫ് കെയർ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ബൈ.